നബി തങ്ങൾ ഒരിക്കൽ ചോദിക്കുന്ന ഒരു ക്വിസ് മത്സരത്തിലെ ചോദ്യം സഹാബിമാരോട് ഒറ്റ ചോദ്യം ഉത്തരം പറഞ്ഞുകൊണ്ട് നിർത്താം നമുക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്, മൻ അക്മലുൻ നാസി ഈമാനാ, ജനങ്ങളെ കൂട്ടത്തിൽ ഈമാനിന് ഏറ്റവും മാർക്ക് കൊടുക്കേണ്ടുന്ന മഹാന്മാരാരാണ്? സ്വഹാബിമാർ ചോദ്യം കേട്ടു. അവര് ചിന്തിച്ചു, എന്താ ഇത്ര വലിയ സംശയം? അവര് പറഞ്ഞ മറുപടി, അൽ-അംബിയാ യാ റസൂലല്ലാഹ്, അംബിയാക്കളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അംബിയായിന്റെ ഈമാൻ അത് വല്ലാത്തൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ അംബിയാ അല്ലാഹുവെ ദൈവം നേരിട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. നേരിട്ട് ശബ്ദം കേൾക്കുന്നവർ, നേരിട്ട് റബ്ബിന്റെ വഹയി സ്വീകരിക്കുന്നവർ, പെരുമഴയായി ഇഷ്ടം പോലെ അത്ഭുത സംഭവങ്ങൾ, മിറാക്കിൾസ് പടച്ചവൻ കാണിച്ചു കൊടുക്കുന്നവർ. അവര് വിശ്വസിക്കാതിരിക്കൂ? അവർ വിശ്വസിച്ച് പോവും യാന്ത്രികമായി. അവരുടെ ഈമാൻ ആ രൂപത്തിലുള്ള ഈമാനാണ്. അതുകൊണ്ട് അതത്ര പറയപ്പെടേണ്ടുന്ന വിശേഷമൊന്നുമല്ല അംബിയാഇന്റെ ഈമാൻ എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ സഹാബത്ത് ആലോചിച്ചു നോക്കി, എന്നാ പിന്നെ ആരായിരിക്കും അസ്സിദ്ദീഖൂന യാ റസൂലല്ലാഹ്? സിദ്ദീഖീങ്ങൾ എന്ന മഹാന്മാർ, അവരല്ലേ ഏറ്റവും ഈമാനുള്ളവർ? നബി തങ്ങൾ പറഞ്ഞു, പക്ഷേ എന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സിദ്ദീഖ് എന്ന പദവിയുള്ളവരാണ്. ബഹുമാനപ്പെട്ടവരുടെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹാ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി, അവർ സിദ്ദീഖ് എന്ന പദവിയുള്ളവരാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, അവരുടെ മാതാവ് ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു അൻഹാ, അവർ സിദ്ദീഖ് എന്ന പദവിയുള്ളവരാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവരാണ് ഈമാനിന് ഏറ്റവും മാർക്കുള്ളവർ എന്ന് സഹാബത്ത് പറയാൻ ശ്രമിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതും അങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ പെരുമഴ പോലെ ജീവിതങ്ങളിൽ മുഅ്ജിസത്തുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ഞാൻ എന്തെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു തരുന്നു, എന്റെ കൈകളിലൂടെ നിങ്ങൾ എന്തെല്ലാം അനുഭവിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഈമാൻ ഇല്ലാത്തവരായി പോവുക? നിങ്ങൾക്കുമുള്ള ഈമാൻ യാന്ത്രികമായ ഈമാനല്ലേ? വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ലല്ലോ. ആ രൂപത്തിൽ ബോധ്യപ്പെട്ടവരല്ലേ നിങ്ങൾ. അതുകൊണ്ട് ഈമാന്റെ പേരിൽ പ്രത്യേക പുരസ്കാരങ്ങൾ സിദ്ദീഖുകളും അർഹിക്കുന്നില്ലെന്ന് നബി തങ്ങൾ പ്രത്യേകാർത്ഥത്തിൽ പറഞ്ഞപ്പോൾ സഹാബിമാര് പറഞ്ഞു, എന്നാ പിന്നെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്കറിയില്ല. ആ നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ ത്വഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഏറ്റവും ഈമാനുള്ള ഒരു കൂട്ടരാരാണ്? ഈമാന്റെ പേരിൽ പ്രത്യേകം സമ്മാനം കൊടുക്കേണ്ടുന്ന മഹാന്മാർ ആരാണ്? ഞാനങ്ങ് പറഞ്ഞു തരാം. അവിടുന്ന് പറയുന്നു, ഖൗമുൻ യഅ്തൂന ബഅദീ ലം യറൗനി വലം യസ്മഉ ഖൗലി. ഇനി വരാനിരിക്കുന്ന കുറച്ച് മുഅ്മിനീങ്ങളുണ്ട്, എന്നെ അവര് നേരിട്ട് കണ്ടിട്ടില്ല, കണ്ടാലേ വിശ്വസിക്കൂ എന്ന ശാഠ്യമില്ലാതെ അവരങ്ങ് വിശ്വസിച്ചല്ലോ. വലം യസ്മഉ ഖൗലി, എന്റെ ഒരു വാക്കുപോലും അവർ കേട്ടിട്ടില്ല, നേരിട്ട് കേട്ടാലേ വിശ്വസിക്കൂ എന്ന ശാഠ്യം അവർക്കില്ല. അവരെങ്ങനെ തന്നെ വിശ്വസിച്ചു പോയി. യജിദൂനനീ ഫീ കുതുബിഹിം ഹുറൂഫൻ, ഗ്രന്ഥങ്ങളിൽ പുസ്തകങ്ങളിൽ അക്ഷരങ്ങളായി എന്നെ കണ്ടെത്തിയപ്പോഴേക്ക് ഹൃദയത്തിൽ സ്നേഹം പതഞ്ഞു പൊങ്ങിയിട്ട്, ഖൽബിൽ ഈമാൻ കുമിഞ്ഞു കൂടിയിട്ട്, ഹൃദയത്തിലെ മഹബത്തുമായി നടക്കുന്ന കുറച്ച് മുഅ്മിനീങ്ങൾ ഉസ്താദുമാരും ഉമ്മാമമാരും പറഞ്ഞു കൊടുത്ത കഥകളാണ് അവർക്ക്. മൗലിദിന്റെ കിതാബിലോ ഏതെങ്കിലും പുസ്തകങ്ങളിലോ കാണുന്ന അക്ഷരങ്ങളാണ് അവർക്ക് എന്നിലേക്ക് എത്താനുള്ള വഴി. ആ ഒരു വഴിയിൽ അങ്ങ് സംതൃപ്തരായിട്ട് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവര് വിശ്വസിച്ചു പോയി. നേരിട്ട് കേട്ടിട്ടില്ലെങ്കിലും ഒരു ദുശ്ശാഠ്യവുമില്ലാതെ മഹബത്തും കൊണ്ട് നടന്നുപോയി. അത്തരം മഹാന്മാർ
അക്മലുൽ മുഅ്മിനീന ഈമാന, അവരാണ് ഏറ്റവും സമ്മാനം കൊടുക്കേണ്ടുന്ന മഹാന്മാർ. അന ഫറതുഹും അലൽ ഹൗലി, ഞാൻ അവരെ ഹൗലിന്റെ പരിസരത്ത് കാത്തിരിക്കും. അവർ വരാതെ മറ്റൊരാൾക്കും ഞാനത് കൊടുക്കുകയില്ല. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു അക്കൂട്ടത്തിൽ എന്നെ നിങ്ങളെ ആക്കി തരട്ടെ.